ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. KSRമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണുക. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഓർഡിനറി ലീവുകളിൽ അവസാനത്തേതായ ലീവ് വിത്തൗട്ട് അലവൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. KSR പാർട്ട് 1 ചാപ്റ്റർ 9-ൽ റൂൾ 88-ലും റൂൾ 110B അതായത് അപ്പൻഡിക്സ് 12A, റൂൾ 110C അതായത് അപ്പൻഡിക്സ് 12B, റൂൾ 110D അതായത് അപ്പൻഡിക്സ് 12C ഇവയിലൊക്കെയാണ് ലീവ് വിത്തൗട്ട് അലവൻസിനെ കുറിച്ച് പറയുന്നത്. നമുക്കിവ ഓരോന്നും വിശദമായി പരിശോധിക്കാം. ശമ്പളമില്ലാത്ത അവധികളെയാണ് നമ്മൾ ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്നത്. റൂൾ 88-ൽ ലീവ് വിത്തൗട്ട് അലവൻസിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഉദ്യോഗസ്ഥന് അനുവദനീയമായ മറ്റ് യാതൊരു ലീവുകളും ഇല്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ലീവ് വിത്തൗട്ട് അലവൻസ് അനുവദിക്കുന്നത്. എന്നാൽ അനുവദനീയമായ മറ്റ് അവധികൾ ഉണ്ടെങ്കിലും ആ ഉദ്യോഗസ്ഥൻ രേഖാമൂലം അപേക്ഷ നൽകിയാലും LWA അനുവദിക്കാവുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥൻ ശരിയായ അപേക്ഷ നൽകാതെ ആബ്സെൻ്റ് ആയാൽ അങ്ങനെയുള്ള കാലയളവ് അയാളുടെ ക്രെഡിറ്റിൽ ലീവുകൾ ഉണ്ടെങ്കിൽ പോലും LWA ആക്കി മാറ്റുവാൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. ഇതൊരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ചെയ്യുന്നതാണ്. ഓർത്തിരിക്കുക, ഒരു ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിറ്റിൽ ലീവുകൾ ഇല്ലാതിരിക്കുമ്പോഴോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം രേഖാമൂലം ആവശ്യപ്പെട്ടാലോ LWA അനുവദിക്കാവുന്നതാണ്. 3 വർഷത്തിൽ കുറവ് സർവീസുള്ള നോൺ പെർമനൻ്റ് എംപ്ലോയീസിന് ഒരു കാരണവശാലും ഒരേ സമയം 3 മാസത്തിൽ കൂടുതൽ LWA അനുവദിക്കാൻ പാടുള്ളതല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ ചില സാഹചര്യത്തിൽ ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അവയിലൊന്ന്, ഒരു ഓഫീസറിൻ്റെ 3 മാസത്തിലധികമുള്ള സസ്പെൻഷൻ കാലം LWA ആക്കി റെഗുലറൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ 3 മാസത്തിലധികം LWA അനുവദിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, 12A, 12B, 12C എന്നിവ പ്രകാരം അനുവദിക്കുന്ന LWAകൾ 3 മാസത്തിലധികം അനുവദിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ക്യാൻസർ, TB, ലെപ്രസി, മെൻ്റൽ പ്രോബ്ലം എന്നിവയുടെ ചികിത്സയ്ക്ക് ആവശ്യമെങ്കിൽ 3 മാസത്തിലധികം LWA അനുവദിക്കാവുന്നതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 3 മാസത്തിൽ കൂടുതലുള്ള സസ്പെൻഷൻ കാലം റെഗുലറൈസ് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ 12A, 12B, 12C പ്രകാരം LWA അനുവദിക്കുമ്പോൾ ക്യാൻസർ, TB, ലെപ്രസി, മെൻ്റൽ പ്രോബ്ലം എന്നിവയുടെ ചികിത്സയ്ക്ക് LWA അനുവദിക്കേണ്ടി വരുമ്പോൾ ഈ 3 സാഹചര്യങ്ങളാണ് നോൺ പെർമനൻ്റ് എംപ്ലോയീസിന് 3 മാസത്തിലധികം LWA അനുവദിക്കുന്നത്. ക്യാൻസർ, TB, ലെപ്രസി, മെൻ്റൽ പ്രോബ്ലം എന്നിവയുടെ ചികിത്സയ്ക്ക് ലീവ് അനുവദിക്കുന്നതിനെക്കുറിച്ച് KSR പാർട്ട് 1-ൽ റൂൾ 90-ലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചികിത്സയ്ക്കായി LWA അനുവദിക്കണമെങ്കിൽ അതത് വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ അതത് സ്ഥാപനങ്ങളുടെ ചാർജ് വഹിക്കുന്ന മെഡിക്കൽ ഓഫീസറിൽ നിന്നോ അവധിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. തുടർച്ചയായി 1 വർഷം സർവീസ് പൂർത്തിയായവർക്ക് മാത്രമേ റൂൾ 90 പ്രകാരം LWA അനുവദിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ LWAക്ക് ശമ്പളം ലഭിക്കുന്നതല്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LWA വിത്ത് MC അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ LWA അനുവദിച്ചാൽ ആ കാലയളവ് സർവീസായി തന്നെ പരിഗണിക്കും. അതായത് ഹാഫ് പേ ലീവ്, ഇൻക്രിമെൻറ്റ്, പെൻഷൻ, സീനിയോറിറ്റി തുടങ്ങിയവയ്ക്ക് ഈ കാലയളവും പരിഗണിക്കും. എന്നാൽ LWA വിത്തൗട്ട് MC അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാകാതെ അനുവദിക്കുന്ന LWA കാലയളവ് പ്രമോഷൻ, സീനിയോറിറ്റി, ഹാഫ് പേ ലീവ് എന്നിവ ഒഴികെ മറ്റൊരു സർവീസ് ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുന്നതല്ല. ഇക്കാര്യം എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. റൂൾ 90 പ്രകാരം എടുക്കുന്ന LWAക്ക് അതായത് ക്യാൻസർ, TB, ലെപ്രസി, മെൻ്റൽ പ്രോബ്ലം തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി LWA അനുവദിക്കുന്ന കേസുകളിൽ
ആ ഉദ്യോഗസ്ഥൻ്റെ ബേസിക് പേയുടെ 35% എക്സ് ഗ്രേഷ്യ അലവൻസ് ആയി അനുവദിക്കും. എന്നാൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, അക്കാര്യം ശ്രദ്ധിക്കുക. അതായത് 68,700 രൂപയ്ക്ക് മുകളിൽ ബേസിക് പേ വാങ്ങുന്നവർക്ക് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നതല്ല. 68,700 താഴെ ശമ്പളം വാങ്ങുന്നവർക്ക് ബേസിക് പേയുടെ 35% എക്സ് ഗ്രേഷ്യ അലവൻസായി ലഭിക്കും. ഇത് ഏറ്റവും കുറഞ്ഞത് 13,740 രൂപയും കൂടിയത് 24,045 രൂപയും ആയിരിക്കും. ഇക്കാര്യം മനസ്സിലാക്കുക. 68,700 രൂപയ്ക്ക് മുകളിൽ ബേസിക് പേ ഉള്ളവർക്ക് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഇനി 68,700 രൂപയിൽ താഴെയാണ് ബേസിക് പേ ഉള്ളവർക്ക് എക്സ് ഗ്രേഷ്യ. ഇക്കാര്യം ശ്രദ്ധിക്കുക. 68,700 മുകളിൽ ബേസിക് പേ ഉള്ളവർക്ക് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഇനി 68,700 രൂപയിൽ താഴെയാണ് ബേസിക് പേ വരുന്ന കേസുകളിൽ അതിൻ്റെ 35% കണക്കാക്കണം. അങ്ങനെ കണക്കാക്കുമ്പോൾ 13,740 രൂപയേക്കാൾ കുറവാണെങ്കിലും മിനിമം 13,740 രൂപ ലഭിക്കും. അതുപോലെ 24,045 കൂടുതൽ വന്നാലും മാക്സിമം 24,045 രൂപ മാത്രമേ എക്സ് ഗ്രേഷ്യ അലവൻസായി ലഭിക്കുകയുള്ളൂ. GOP നമ്പർ 93/2020/FIN ഡേറ്റഡ് 8 ജൂലൈ 2020 എന്ന ഉത്തരവ് പ്രകാരമാണ് ബേസിക് പേ 68,700 മോഡിഫൈ ചെയ്തത്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു പെർമനൻ്റ് എംപ്ലോയിക്ക് ഒരു സർവീസിൽ പരമാവധി 36 മാസവും നോൺ പെർമനൻ്റ് എംപ്ലോയിക്ക് പരമാവധി 18 മാസവും മാത്രമേ എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുകയുള്ളൂ. ഇക്കാലയളവിൽ താൻ ചികിത്സയിലായിരുന്നു എന്നുള്ള തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ ഓഫീസർമാരിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അനുവദിക്കപ്പെടുന്ന ചില ലീവുകൾ പരിശോധിക്കാം. KSR പാർട്ട് 1 റൂൾ 91, 91A, 99, റൂൾ 110C എന്നിവ സ്റ്റഡി പർപ്പസിനായി അനുവദിക്കപ്പെടുന്ന ലീവുകളാണ്. ഇതിൽ റൂൾ 99 19 ഫെബ്രുവരി 2007 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം KSRൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. റൂൾ 91 എന്താണെന്ന് നോക്കാം. 2 വർഷമോ അതിൽ കൂടുതലോ കാലം തുടർച്ചയായി ഒഫീഷ്യേറ്റിംഗ് അല്ലെങ്കിൽ ടെമ്പററി സർവീസ് കാലാവധിയുള്ള ഉദ്യോഗസ്ഥർക്ക് സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ, അതായത് BA, BL തുടങ്ങിയ ബിരുദ കോഴ്സുകൾക്കാണ് റൂൾ 91 പ്രകാരം ലീവ് അനുവദിക്കുന്നത്. എന്നാൽ SC/ST വിഭാഗത്തിലുള്ളവർക്ക് 2 വർഷ സർവീസ് നിർബന്ധമല്ല. ഇതിനായി ക്രെഡിറ്റിലുള്ള ഏത് ലീവ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ലീവ് ഇല്ലാത്ത സാഹചര്യത്തിൽ LWA അനുവദിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LWA ആണ് അനുവദിക്കുന്നതെങ്കിൽ ആ കാലയളവ് ഹാഫ് പേ ലീവിന് മാത്രമേ പരിഗണിക്കൂ. മറ്റ് യാതൊരു സർവീസ് ബെനിഫിറ്റിനും ഈ കാലയളവ് പരിഗണിക്കുന്നതല്ല. ശ്രദ്ധിക്കുക, 2 വർഷമോ അതിൽ കൂടുതലോ സർവീസുള്ള ജീവനക്കാർക്കാണ് സ്റ്റഡി പർപ്പസിനായി റൂൾ 91 പ്രകാരം ലീവ് അനുവദിക്കുന്നത്. എന്നാൽ SC/ST വിഭാഗത്തിലുള്ളവർക്ക് 2 വർഷ സർവീസ് നിർബന്ധമല്ല. ഇതിനായി ക്രെഡിറ്റിലുള്ള ഏത് ലീവ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ക്രെഡിറ്റിൽ ലീവ് ഇല്ലെങ്കിൽ തന്നെ LWA അനുവദിക്കാവുന്നതാണ്. അതുപോലെ മുഴുവൻ കോഴ്സ് കാലയളവിന് മാത്രമേ ലീവ് അനുവദിക്കുകയുള്ളൂ. അതായത് 3 വർഷത്തെ കോഴ്സാണെങ്കിൽ 3 വർഷത്തേക്കുമായി ഒറ്റ ലീവ് അപേക്ഷയാണ് നൽകേണ്ടത്. 3 വർഷ ലീവും അനുവദിക്കും. അല്ലാതെ 1 വർഷത്തേക്ക് മാത്രം ലീവ് അനുവദിക്കുന്നതല്ല. ഇനി അഥവാ തോറ്റുപോയാലും കാലാവധി നീട്ടി നൽകുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സുപ്പീരിയർ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി ആ ഉദ്യോഗസ്ഥൻ്റെ നിലവാരം വർദ്ധിക്കുകയും അതുവഴി സർവീസിന് ഗുണകരമാവുകയും ചെയ്യും എന്നതാണ്. LWA പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞത്, 3 വർഷത്തിൽ താഴെ സർവീസുള്ള ഉദ്യോഗസ്ഥർക്ക് 3 മാസത്തിലധികമുള്ള LWA അനുവദിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഈ റൂൾ പ്രകാരമുള്ള, അതായത് റൂൾ 91 പ്രകാരമുള്ള ലീവുകൾക്ക് ഈ പരിധി ബാധകമല്ല. സ്റ്റഡി പർപ്പസിനായുള്ള ലീവിനെ കുറിച്ച് വിശദീകരിക്കുന്ന മറ്റൊരു റൂളാണ് റൂൾ 91A. അതെന്താണെന്ന് നമുക്ക് നോക്കാം.
5 വർഷമോ അതിൽ കൂടുതലോ തുടർച്ചയായ സർവീസുള്ള ഓഫീഷ്യേറ്റിംഗ് ഓർ ടെമ്പററി ഉദ്യോഗസ്ഥർക്കാണ് ഈ ലീവിന് അർഹതയുള്ളത്. PG കോഴ്സുകൾക്കാണ് റൂൾ 91A പ്രകാരം അനുമതി നൽകുന്നത്. ഇങ്ങനെ പഠനാവധി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അത് സംസ്ഥാന സർവീസിനും ആ ജീവനക്കാരനും പ്രയോജനപ്പെടണം എന്നതാണ്. അതിനാൽ തന്നെ അവരവരുടെ ഡ്യൂട്ടി മേഖലകൾ, അതായത് സ്പിയർ ഓഫ് ദിയർ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട PG കോഴ്സുകൾക്കാണ് അനുമതി നൽകുന്നത്. ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചേഴ്സ് തുടങ്ങിയവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കാരണം ഇവർ അതത് മേഖലകളുമായി ബന്ധപ്പെട്ട PG കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ വ്യക്തിപരമായി അവർക്കും അതുവഴി സംസ്ഥാനത്തിനും പ്രയോജനം ചെയ്യും. എന്നാൽ ഒരു LP സ്കൂൾ ടീച്ചർ MEd കോഴ്സിന് അപേക്ഷിച്ചാൽ ഈ റൂൾ പ്രകാരം അനുമതി ലഭിക്കില്ല. കാരണം ഒരു LP സ്കൂൾ ടീച്ചർ MEd ബിരുദം നേടിയതുകൊണ്ട് കുട്ടികൾക്കോ സ്റ്റേറ്റിനോ പ്രത്യേക പ്രയോജനമൊന്നും ഇല്ല എന്നതാണ്. ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ റൂൾ പ്രകാരം ലീവ് എടുക്കുമ്പോഴും ക്രെഡിറ്റിലുള്ള ഏത് ലീവും എടുക്കാവുന്നതാണ്. ക്രെഡിറ്റ് ലീവില്ലാത്ത പക്ഷം LW എടുത്താൽ പോലും ആ പീരീഡ് ഇൻക്രിമെൻ്റ്, പെൻഷൻ, ലീവ് തുടങ്ങി എല്ലാവിധ സർവീസ് ബെനിഫിറ്റിനും കൗണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ കോഴ്സ് പൂർത്തീകരിച്ച ശേഷം നിർബന്ധമായി കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. റൂൾ 91ഉം 91Aയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. റൂൾ 91 പ്രകാരം ലീവ് എടുക്കുന്നതിന് 2 വർഷം സർവീസ് പൂർത്തിയായിരിക്കണം. എന്നാൽ റൂൾ 91A പ്രകാരം ലീവ് എടുക്കുന്നതിന് 5 വർഷ സർവീസ് പൂർത്തിയായിരിക്കണം. റൂൾ 91 പ്രകാരം ഡിഗ്രി കോഴ്സുകൾക്കാണ് ലീവ് നൽകുന്നത്. എന്നാൽ റൂൾ 91A പ്രകാരം PG കോഴ്സുകൾക്കാണ് ലീവ് നൽകുന്നത്. റൂൾ 91 പ്രകാരം LW എടുക്കുകയാണെങ്കിൽ സർവീസ് ബെനിഫിറ്റ് ലഭിക്കുകയില്ല. എന്നാൽ 91A പ്രകാരം LW എടുത്താൽ പോലും സർവീസ് ബെനിഫിറ്റ്സ് ലഭിക്കും. ഇനി അപ്പൻഡിക്സ് 12B പ്രകാരം സ്റ്റഡി പർപ്പസിനായി അനുവദിക്കപ്പെടുന്ന LWയെക്കുറിച്ച് പരിശോധിക്കാം. റൂൾ 88 പ്രകാരമോ റൂൾ 91 പ്രകാരമോ സ്റ്റഡി പർപ്പസിനുള്ള ലീവിന് അർഹത കിട്ടാത്തവർക്കാണ് റൂൾ 110C പ്രകാരം സ്റ്റഡി പർപ്പസിനായി LW അനുവദിക്കുന്നത്. KSRലെ അവസാന ഭാഗത്ത് അപ്പൻഡിക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ അപ്പൻഡിക്സ് 12Bയിലാണ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ഏത് കോഴ്സിനും എപ്പോൾ വേണമെങ്കിലും ചേരാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് റൂൾ 91, 91A പ്രകാരമുള്ള ലീവുകൾക്ക് മിനിമം സർവീസ് നിബന്ധനയുണ്ട്. അതുപോലെ ചേരേണ്ട കോഴ്സുകളെയും അതിൻ്റെ ലക്ഷ്യത്തെയുമെല്ലാം നിബന്ധനയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അപ്പൻഡിക്സ് 12B പ്രകാരം സർവീസിൽ കയറിയതിൻ്റെ തൊട്ടടുത്ത ദിവസം വേണമെങ്കിലും ലീവിന് അപേക്ഷിക്കാം. അതുപോലെ ഇഷ്ടമുള്ള കോഴ്സും തിരഞ്ഞെടുക്കാം. എൻട്രി ഗ്രേഡിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ ശേഷം അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LW എടുക്കുന്ന കാലയളവ് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇൻക്രിമെൻ്റ് ഉൾപ്പെടെ ഒരു സർവീസ് ആനുകൂല്യങ്ങൾക്കും കണക്കാക്കുന്നതല്ല. അതുപോലെ സീനിയോറിറ്റി നഷ്ടപ്പെടുന്നതും തിരികെ വരുമ്പോൾ ജൂനിയറായി സർവീസിൽ പ്രവേശിക്കേണ്ടതുമാണ്. എൻട്രി ഗ്രേഡിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയ ശേഷം അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LW എടുക്കുന്ന കാലയളവ് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഇൻക്രിമെൻ്റ് ഉൾപ്പെടെ ഒരു സർവീസ് ആനുകൂല്യങ്ങൾക്കും കണക്കാക്കുന്നതല്ല. അതുപോലെ സീനിയോറിറ്റി നഷ്ടപ്പെടുന്നതും തിരികെ വരുമ്പോൾ ജൂനിയറായി സർവീസിൽ പ്രവേശിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ പ്രൊബേഷൻ പൂർത്തിയാക്കാതെയാണ് ഈ ലീവ് എടുക്കുന്നതെങ്കിൽ ലീവിന് ശേഷം തിരികെ വന്ന് ജോയിൻ ചെയ്യുന്നത് പുതുതായി സർവീസിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നതുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്രകാലം സർക്കാർ സേവനത്തിൽ ഏർപ്പെട്ടു കൊള്ളാം എന്ന തരത്തിൽ സർക്കാരുമായി കരാർ ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് പ്രസ്തുത അവധി ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പായി കരാർ പ്രകാരമുള്ള ബാധ്യത തീർത്തിരിക്കണം. അല്ലാത്ത പക്ഷം ലീവ് അനുവദിക്കുന്നതല്ല. അതുപോലെ അച്ചടക്ക നടപടികളോ വിജിലൻസ് അന്വേഷണ വിചാരണയോ നിലവിലുള്ളവർക്കും അത് കഴിയുന്നതുവരെ ലീവ് അനുവദിക്കുന്നതല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, സൂപ്പർ ആന്വേഷന് അതായത് റിട്ടയർമെൻറ്റിന് 12 മാസം മുമ്പ് വരെ മാത്രമേ അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള ലീവ് അനുവദിക്കുകയുള്ളൂ. ഈ റൂൾ പ്രകാരം ഒരു സർവീസിനിടയിൽ പരമാവധി 5 വർഷത്തെ LW ലഭിക്കും. അതുപോലെ ഈ ലീവ് മറ്റൊരു തരത്തിലുള്ള ലീവുകളുമായോ വെക്കേഷൻ പീരിയഡുമായോ സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല.
ലീവ് കാലാവധിക്ക് ശേഷം കൃത്യമായി സർവീസിൽ തിരികെ പ്രവേശിക്കാത്തവരെ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതാണ്. അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള LWയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മറ്റ് റൂളുകൾ പ്രകാരം സ്റ്റഡി പർപ്പസിനായി ലീവ് ലഭിക്കാത്തവർക്കാണ് അപ്പൻഡിക്സ് 12B പ്രകാരം LW അനുവദിക്കുന്നത്. ഏത് കോഴ്സിനും എപ്പോൾ വേണമെങ്കിലും ചേരാവുന്നതാണ്. പരമാവധി 5 വർഷത്തെ LW ലഭിക്കും. മറ്റ് ലീവുകളുമായി ചേർത്തെടുക്കാനാകില്ല. ലീവ് കാലയളവിൽ യാതൊരു തരത്തിലുള്ള സർവീസ് ബെനിഫിറ്റും ലഭിക്കുന്നതല്ല. അടുത്തതായി റൂൾ 110B അഥവാ അപ്പൻഡിക്സ് 12Aയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. വിദേശത്തോ ഇന്ത്യക്കകത്തോ ജോലി സ്വീകരിക്കുന്നതിന് ഒരു സർക്കാർ ജീവനക്കാരന് LW അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് അപ്പൻഡിക്സ് 12Aയിലാണ് പ്രതിപാദിക്കുന്നത്. മിനിമം സർവീസൊന്നും പരിഗണിക്കാതെ തന്നെ ഏതു സമയത്തും അപ്പൻഡിക്സ് 12A പ്രകാരം ലീവ് എടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്രകാരം ലീവ് എടുത്ത ശേഷം ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് സ്കൂളുകളിലോ സ്വകാര്യ കോളേജുകളിലോ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ സഹായം സ്വീകരിക്കുന്നതോ ആയ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് പ്രകാരം ചെയ്യുന്ന ജോലിയെ ഡെപ്യൂട്ടേഷനായി പരിഗണിക്കുന്നതുമല്ല. ഈ റൂൾ പ്രകാരമുള്ള ലീവ് അനുവദിക്കുവാനുള്ള അധികാരം അതാത് ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡുകൾക്കാണ്. എന്നാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ് മുതലായ പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ളവർക്ക് 12A പ്രകാരമുള്ള ലീവ് അനുവദിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട HODമാർ ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിയിരിക്കേണ്ടതാണ്. അതുപോലെ വെറ്റിനറി സർജൻ, ലൈവ് സ്റ്റോക്ക് അസിസ്റ്റൻറ്റ് തുടങ്ങി എണ്ണത്തിൽ കുറവുള്ള വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് 12A പ്രകാരം ലീവ് അനുവദിക്കുന്നതല്ല. ഈ ചട്ടപ്രകാരം പരമാവധി 5 വർഷമാണ് LW അനുവദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 5/11/2020 വരെ അപ്പൻഡിക്സ് 12A പ്രകാരം ഒരു സർവീസിൽ പരമാവധി 20 വർഷം വരെ ലീവ് ലഭിക്കുമായിരുന്നു. എന്നാൽ 5/11/2020 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഇത് 5 വർഷമാക്കി കുറച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള ലീവ് അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവുമായി മാത്രമേ ചേർത്തെടുക്കാനാകൂ. അതായത് അപ്പൻഡിക്സ് 12Cയെ ഏതൊരു തരത്തിലുള്ള ലീവുകളുമായും അപ്പൻഡിക്സ് 12Aയിലുള്ള ലീവുകളെ ചേർത്തെടുക്കാൻ അനുവദിക്കുന്നതല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സർവീസിലുള്ള ഒരു ജീവനക്കാരന് വിദേശത്തോ രാജ്യത്തിനകത്തോ മറ്റ് ജോലികൾ ചെയ്യുന്നതിനാണ് അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള ലീവ് അനുവദിക്കുന്നത്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതോ സർക്കാർ സഹായം സ്വീകരിക്കുന്നതോ ആയ ഒരു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നതിന് അപ്പൻഡിക്സ് 12A പ്രകാരം ലീവ് അനുവദിക്കുന്നതല്ല. പരമാവധി 5 വർഷത്തേക്ക് മാത്രമാണ് LW അനുവദിക്കുന്നത്. അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവുമായിട്ടല്ലാതെ മറ്റൊരു ലീവുകളുമായും ചേർത്തെടുക്കാനും ആകില്ല. മറ്റ് വ്യവസ്ഥകളെല്ലാം അപ്പൻഡിക്സ് 12Bക്ക് സമാനമാണ്. അതായത് ലീവ് കാലയളവ് യാതൊരു സർവീസ് ബെനിഫിറ്റ്സിനും പരിഗണിക്കുന്നതല്ല. പ്രൊബേഷൻ പൂർത്തീകരിക്കും മുമ്പ് ഈ റൂൾ പ്രകാരം LW എടുക്കുന്നവർ ലീവ് കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്യുന്നത് ന്യൂ എൻട്രൻസ് ആയി മാത്രമേ പരിഗണിക്കൂ. സർക്കാരുമായി ഏതെങ്കിലും കരാറിലേർപ്പെട്ട് ജോലി ചെയ്തിരുന്നവർ ലീവ് അനുവദിക്കും മുൻപ് കരാർ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയിരിക്കണം. ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ എന്നിവ എടുത്തിട്ടുള്ളവർ ഒന്നുകിൽ അത് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ബോണ്ട് ഒപ്പിട്ട് നൽകുകയോ ചെയ്യണം. ലീവ് കാലാവധിക്ക് ശേഷം കൃത്യമായി മടങ്ങി വന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാത്ത പക്ഷം 1960 കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതുമാണ്. LWയിൽ അടുത്തത് ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. റൂൾ 110Dയിലും അപ്പൻഡിക്സ് 12Cയിലുമാണ് ഇതേക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്നതിനായി 3 മാസത്തിലധികമുള്ള ലീവ് ആവശ്യമായി വരികയാണെങ്കിൽ അതിനാവശ്യമായ LW അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് അപ്പൻഡിക്സ് 12Cയിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്നതിനായി 3 മാസത്തിൽ കുറഞ്ഞ ലീവ് മാത്രം മതിയെങ്കിൽ
നമ്മുടെ അർഹതയ്ക്കനുസരിച്ച് ക്രെഡിറ്റിലുള്ള ഓർഡിനറി ലീവുകൾ എടുക്കാവുന്നതാണ്. എന്നാൽ 3 മാസത്തിലധികം ലീവ് ആവശ്യമുണ്ടെങ്കിൽ അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള LWA മാത്രമേ അനുവദിക്കുകയുള്ളൂ. അതുപോലെ 3 മാസത്തേക്ക് ഓർഡിനറി ലീവ് എടുത്ത ശേഷം അതിന് തുടർച്ചയായി എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടെന്ന് കരുതുക. അത്തരം കേസുകളിൽ ആദ്യ 3 മാസം ഓർഡിനറി ലീവ് അനുവദിച്ച കാലയളവും മുൻകാല പ്രാബല്യത്തിൽ LWA ആക്കി മാറ്റപ്പെടും. അപ്പൻഡിക്സ് 12C പ്രകാരം ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്നതിന് പരമാവധി 5 വർഷമാണ് LWA അനുവദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 5/11/2020 വരെ ഇതുപ്രകാരം ഒരു സർവീസിൽ പരമാവധി 20 വർഷം വരെ ലീവ് ലഭിക്കുമായിരുന്നു. എന്നാൽ 5/11/2020 ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഇത് 5 വർഷമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പൻഡിക്സ് 12Aയിലും ഇതേ വ്യവസ്ഥകൾ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവ് അപ്പൻഡിക്സ് 12A പ്രകാരമുള്ള ലീവുമായി മാത്രമേ ചേർത്തെടുക്കാനാകൂ. അതായത് മറ്റൊരു ലീവുമായും ഇത് ചേർത്തെടുക്കാൻ അനുവദിക്കുന്നതല്ല. അപ്പൻഡിക്സ് 12C പ്രകാരമുള്ള ലീവിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ലീവ് എടുക്കുന്ന കാലയളവിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ മറ്റ് യാതൊരു ജോലികളും സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. അതായത് ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഭർത്താവിനെ മീറ്റ് ചെയ്യാനായി ഒരു ജീവനക്കാരി 12C പ്രകാരം ലീവ് എടുത്തെന്ന് കരുതുക. ലീവ് എടുത്ത് ഭർത്താവിനൊപ്പം വിദേശ രാജ്യത്ത് എത്തിയ ശേഷം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജോലി സ്വീകരിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ഇനി അഥവാ എന്തെങ്കിലും ജോലി സ്വീകരിക്കണമെങ്കിൽ തന്നെ അക്കാര്യത്തിൽ മുൻകൂട്ടി തന്നെ സർക്കാർ അനുമതി വാങ്ങിയിരിക്കണം എന്നർത്ഥം. ഇത് സംബന്ധിച്ചുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും അപ്പൻഡിക്സ് 12Aക്ക് സമാനമാണ്. അതിനാൽ തന്നെ അവ ആവർത്തിച്ച് പറയുന്നില്ല, അവ എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. LWA സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ക്ലാസ്സുകൾ കേട്ട് കൂടുതൽ ക്ലിയർ ആക്കുക. ഇനി നമുക്ക് പതിവ് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an officer who is undergoing treatment for mental disease is on leave without allowance for 4 months from 1st October 2020. He was drawing a basic pay of 42,500 rupees before commencement of leave. What is the amount due to him as ex gratia allowance? Option A, 2,730 rupees. Option B, 4,525 rupees. Option C, 7,820 rupees. And option D, 14,875 rupees. ഒരു ഉദ്യോഗസ്ഥൻ 2020 ഒക്ടോബർ 1 മുതൽ മെൻ്റൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി LWA എടുത്തു. അദ്ദേഹത്തിന് ലഭിക്കുന്ന എക്സ് ഗ്രേഷ്യ അലവൻസ് എത്ര എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം 68,700-ൽ താഴെ ബേസിക് പേ ഉള്ളവർക്കാണ് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നത്. ബേസിക് പേയുടെ 35% എക്സ് ഗ്രേഷ്യ അലവൻസായി ലഭിക്കുന്നത്. ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 42,500 രൂപയാണ്. ഇവിടെ 42,500-ൻ്റെ 35% എന്ന് പറയുന്നത് 14,875 രൂപയാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, 14,875 rupees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the maximum period for which an officer not in permanent employ can avail leave without allowance on any own occasion? Option A, 90 days. Option B, 3 months. Option C, 5 years. And option D, none of the above. നോൺ പെർമനൻ്റ് എംപ്ലോയി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് 12A, 12B, 12C പ്രകാരമല്ലാതെ ഒരേ സമയത്ത് എത്ര ദിവസം വരെ LWA ലഭിക്കും എന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി, 3 months. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ടു ഗ്രാൻഡ് LWA to government servants under Appendix 12A and 12C are delegated to option A, Administrative Department. Option B, Head of Department. Option C, Finance Department. And option D, Head of the Office. അതായത് ഗവൺമെൻറ് സർവൻസിന് അപ്പൻഡിക്സ് 12A, 12C പ്രകാരം LWA അനുവദിക്കാനുള്ള അധികാരം ആർക്കെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അതിനുള്ള അധികാരം. ആൻസർ ഓപ്ഷൻ ബി, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, maximum number of leave without allowance that can be granted for a government servant for taking up employment abroad is
ഓപ്ഷൻ എ 20 years, ഓപ്ഷൻ ബി 10 years, ഓപ്ഷൻ സി 15 years ആൻഡ് ഓപ്ഷൻ ഡി 5 years. വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുന്ന ഒരാൾക്ക് പരമാവധി 5 വർഷമാണ് ലീവ് ലഭിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി 5 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All leave except LWA taken otherwise than on medical certificate and service on deputation will count for option A personal pay, option B increment, option C special pay and option D none of the above. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയുള്ള LWAകളും ഡെപ്യൂട്ടേഷൻ പീരീഡ് ഒഴികെയുള്ള എല്ലാ ലീവുകളും താഴെ തന്നിരിക്കുന്നവയിൽ ഏതിന് കൗണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം. Answer option B increment. Next question. An officer on LWA for treatment of cancer is eligible for an ex gratia allowance subject to certain conditions. The minimum amount of allowance is option A 9,915 rupees, option B 14,875 rupees, option C 12,930 rupees and option D 13,740 rupees. മിനിമം എക്സ്ഗ്രേഷ്യ അലവൻസ് എത്രയാണെന്ന് നമുക്കറിയാം. 13,740 രൂപയാണ്. ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ എക്സ്ഗ്രേഷ്യ അലവൻസ് വിൽ ബി പേയബിൾ ഇൻ ദ എൻറ്റയർ സർവീസ് ഓഫ് ആൻ ഓഫീസർ ഇൻ ടെമ്പററി എംപ്ലോയീസ്. ഓപ്ഷൻ എ 24 months, ഓപ്ഷൻ ബി 36 months, ഓപ്ഷൻ സി 12 months ആൻഡ് ഓപ്ഷൻ ഡി 18 months. ഒരു ടെമ്പററി എംപ്ലോയിക്ക് മാക്സിമം 18 മാസം എക്സ്ഗ്രേഷ്യ അലവൻസ് ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If leave without allowance is granted to an officer who has not completed probation in the entry cadre, benefit protected include option A pay, option B right to rejoin duty, option C seniority and option D all service benefits. പ്രൊബേഷൻ കംപ്ലീറ്റ് ആക്കാതെ LW എടുക്കുന്ന ഒരാൾക്ക് ആ കാലയളവിൽ സർവീസ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. തിരികെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഒരു ന്യൂ എൻട്രൻ്റ് ആയിട്ട് മാത്രമേ അദ്ദേഹത്തെ പരിഗണിക്കൂ. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി റൈറ്റ് ടു റീജോയിൻ ഡ്യൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Leave for study purpose is admissible for an employee with a continuous service of option A 3 years, option B 5 years, option C 7 years and option D 10 years. അതായത് തുടർച്ചയായി എത്ര വർഷം സർവീസുള്ള ഒരാൾക്കാണ് സ്റ്റഡി പർപ്പസിനായി ലീവ് അനുവദിക്കുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 5 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗസറ്റഡ് ഓഫീസർ ഓൺ ലീവ് വിത്തൗട്ട് അലവൻസ് for treatment of mental disease is eligible for an ex gratia allowance if his basic pay does not exceed option A 36,600, option B 68,700, option C 22,360, option D none of the above. ബേസിക് പേ എത്ര രൂപയിൽ കൂടാതിരുന്നാലാണ് ഒരാൾക്ക് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം 68,700 രൂപയിൽ കൂടാതിരുന്നാലാണ് എക്സ് ഗ്രേഷ്യ അലവൻസ് ലഭിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീവ് വിത്തൗട്ട് അലവൻസ് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിൽ കൗണ്ട് ഫോർ ഓപ്ഷൻ എ 1/4 ഓഫ് ദ ലീവ് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്, ഓപ്ഷൻ ബി വിൽ നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്, option C will count for increment and option D half of the leave count for increment. മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയ LWA ഇൻക്രിമെൻറ്റിന് കൗണ്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് LWA ദാറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് അറ്റ് എ ടൈം ആസ് പെർ അപ്പൻഡിക്സ് 12A ആൻഡ് 12C ഈസ് ഓപ്ഷൻ എ 10 years, option B 5 years, option C 3 years and option D 20 years. അപ്പൻഡിക്സ് 12A ആൻഡ് 12C പ്രകാരം മാക്സിമം എടുക്കാവുന്ന LWA 5 വർഷമാണെന്ന് നമ്മൾ പഠിച്ചു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി 5 year. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം പീരീഡ് ഓഫ് LWA ദാറ്റ് ക്യാൻ ബി സാങ്ഷൻഡ് ടു എ ഗവൺമെൻറ് സർവൻറ്റ് ടു ജോയിൻ സ്പൗസ് ആസ് പെർ KSR. ഓപ്ഷൻ എ 10 years, option B 20 years, option C 15 years and option D 5 years. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം 5 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ many years of continuous service has to be completed
to an officer not in permanent employment to eligible for leave admissible to a substantive post. Option A 3 years, option B 5 years, option C 10 years and option D 2 years. അതായത് പെർമനൻ്റ് എംപ്ലോയി അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ തുടർച്ചയായി എത്ര വർഷം സർവീസ് പൂർത്തിയാക്കിയാലാണ് സ്ഥിരം തസ്തികയ്ക്ക് അനുവദനീയമായ ലീവിന് അർഹത നേടുന്നത്? ആൻസർ ഓപ്ഷൻ എ 3 years. Next question. The LWA under Rule 91A shall count for increment subject to the conditions that option A, the period qualifying for increments shall be restricted to the normal period required for completion of the course. Option B, increments shall be granted only on production of the diploma or degree or completion of the course. Option C, both A and B and option D, none of the above. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റൂൾ 91A പ്രകാരം LWA അടക്കമുള്ള ഏത് ലീവ് എടുക്കുമ്പോഴും കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മുഴുവൻ കോഴ്സ് കാലാവധിയും സർവീസ് ബെനിഫിറ്റ്സുകൾക്ക് പരിഗണിക്കും എന്നത്. ഇവിടെ ഓപ്ഷൻ എയും ബിയും ശരിയാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer shall be removed from service after following the procedure laid down in the KCS Rule 1960. Option A, after 5 years continuous absence from duty. Option B, after 4 years continuous absence from duty. Option C, after 3 years continuous absence from duty. And option D, none of the above. തുടർച്ചയായി 5 വർഷം ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ആഫ്റ്റർ 5 years continuous absence from duty. Next question. LWA under Rule 91A for study purpose for undergoing PG courses by doctors, engineers and teachers which are primary benefits to the states will not count for. Option A, qualifying service. Option B, accumulation of EL. Option C, accumulation of HPL. Option D, increment. റൂൾ 91A പ്രകാരം സ്റ്റഡി പർപ്പസിനായി എടുക്കുന്ന ലീവുകൾ ഏൺ ലീവിന് ഒഴിച്ച് മറ്റെല്ലാ സർവീസ് ബെനിഫിറ്റ്സുകൾക്കും പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞു. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, അക്യുമുലേഷൻ ഓഫ് ഏൺ ലീവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. LWA on MC under Rule 88 will not count for. Option A, accumulation of EL. Option B, accumulation of HPL. Option C, pension. And option D, pay fixation. റൂൾ 88 പ്രകാരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി LW എടുക്കുമ്പോൾ ആ കാലയളവ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് പരിഗണിക്കാത്തത് എന്നാണ് ചോദ്യം. MC നൽകിയും അല്ലാതെയും LW എടുക്കുമ്പോൾ ആ കാലയളവ് എന്തിനൊക്കെ പരിഗണിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏൺ ലീവ് ഉൾപ്പെടുന്നില്ല. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, അക്യുമുലേഷൻ ഓഫ് ഏൺ ലീവ്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. LWA സംബന്ധിച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വിശദീകരിച്ചു. എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിജയാശംസകൾ നേരുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.